ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ചിക്കൻ കറിയും ചീനിയുമാണ്. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിന് ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കാം. നമ്മളിവിടെ 3 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് കഴുകി വെച്ചേക്കുന്ന ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ചിക്കൻ ആദ്യം കുക്കറിൽ വേവിച്ചതിന് ശേഷം ഉള്ളി വാട്ടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പെരിഞ്ജീരകം, ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു പിടി സവാള. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്താണ് ചേർക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി, നിങ്ങളുടെ എരിക്ക് അനുസരിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരേ അളവിലെടുത്ത് നല്ലതുപോലെ മൂപ്പിച്ച് അതിൻ്റെ പകുതി, നമ്മൾ എടുക്കുന്നതിൻ്റെ പകുതി മാത്രം കുക്കറിലേക്ക് ചേർത്ത് വേവിച്ചെടുക്കാം. ബാക്കി മുളകും മല്ലിയും വറുത്തത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മളെടുത്ത ചേരുവകളെല്ലാം ചേർത്ത് നല്ലതുപോലെ കുഴച്ച് ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളവും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തതിന് ശേഷം നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഒരു വിസിൽ മാത്രം മതി. ഒരു വിസിൽ കേട്ടതിന് ശേഷം തീ ഓഫ് ചെയ്തിടുക. അത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചിക്കൻ വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ ചീനിയും വേവിക്കുന്നുണ്ട്. അപ്പം ചീനി നല്ലതുപോലെ പൊളിച്ച് വൃത്തിയായി കഴുകിയതിന് ശേഷം ചെറിയ കൊത്തി പീസായി അരിഞ്ഞതിന് ശേഷം ഒന്നും കൂടി നമ്മൾ കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിക്കാനായിട്ട് വെക്കാം. നല്ലതുപോലെ തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഊറ്റിയെടുക്കാം. എന്നിട്ട് അതിന് നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം കടുക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി ചിക്കൻ കറിയുടെ കാര്യങ്ങൾ നോക്കാം. അപ്പം ഒരു ചട്ടി വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, നമ്മളിവിടെ 3 കിലോ ചിക്കൻ അനുസരിച്ചുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള വാടാൻ ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി അടച്ചു വെക്കാം. നല്ലതുപോലെ വാടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടിയുടെ ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് മൂടി വെച്ച് അടച്ച് ഒന്നുകൂടി നല്ല പറ്റി വരുന്ന രീതിയിൽ വേവിച്ചെടുക്കാം. കറി നല്ലതുപോലെ വറ്റി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/2 കപ്പ് പാല്, അതായത് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. കറി നല്ലതുപോലെ കുറുകി വരാനായിട്ട് തീ കുറച്ച് വെച്ച് ഒരു 15 മിനിറ്റോളം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി.